നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ മാതൃകാ ആരോഗ്യ പദ്ധതിയിൽ പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ആരോഗ്യ പരിരക്ഷ മുഴുവൻ ജനങ്ങൾക്കും നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ മാതൃകാ ആരോഗ്യ പദ്ധതി ആരോഗ്യം അമൂല്യത്തിന്റെ ഭാഗമായി റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ എളുപ്പമാണ് എന്നുള്ളത് ഈ ആരോഗ്യം അമൂല്യം എന്ന പദ്ധതി വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൊച്ചു സംസ്ഥാനം എല്ലാ മേഖലകളിലും പല വികസിത രാജ്യങ്ങളോടും വിലപിടിച്ച പിടിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും എല്ലാം അതിൽ നമ്മൾ എടുത്തു പറയത്തക്ക മേഖലകളാണ്. ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വിസ്മയകരമായിട്ടുള്ള മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ വന്നിരിക്കുന്നത്. ലോകം കണ്ടിട്ടുള്ള കോവിഡും എല്ലാം വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന നമ്മുടെ കേരളം ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും അത്ഭുതത്തോടെ, ലോകം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുമായിരുന്നു നമ്മുടെ ആരോഗ്യ വകുപ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KMCT മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ HOD ഡോക്ടർ T ജയകൃഷ്ണൻ, നൊച്ചാട് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മപ്രിയ, KK ചന്ദ്രൻ, ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയേന്ദു, നൊച്ചാട് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK രാജൻ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇൻചാർജ് സനില ചെറുവറ്റ സ്വാഗതവും പരിശീലനം കോർഡിനേറ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.